ഹലോ ഗൈസ്, വിസ്മയ മോഹൻലാലിൻ്റെ പുതിയ സിനിമ നിങ്ങൾ പോയി കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിത് ഒരുപാട് പേരുടെ റിവ്യൂ കണ്ടതിന് ശേഷം പറയുന്ന ഒരു റിവ്യൂ ആണ്. ഞാൻ ബേസിക്കലി അത് കണ്ടിട്ടില്ല, പക്ഷേ ഇതിൻ്റെ ഏകദേശം ഐഡിയ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് കഥ എന്നുള്ള രീതിയിൽ ഇവരൊക്കെ പറഞ്ഞതിൽ നിന്ന് പിടികിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ട് സിനിമാ തിയേറ്ററിൽ പോകുന്നില്ല എന്ന് ചോദിക്കുന്ന ഫിസിക്കൽ ഇഷ്യൂസാണ്. അത്രയും നേരം അത്രയും തണുപ്പത്തിരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. സൂര്യയുടെ പടമാണെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല കേട്ടോ. അതെന്താണെന്നൊന്നും കഥയിൽ ചോദ്യമില്ല. ഈ ഒരു വിഷയത്തിൽ ആ കുട്ടിയുടെ പടം സൂപ്പർ ഹിറ്റായി എന്നാണ്. എൻ്റെ സുഹൃത്തുക്കളെല്ലാം പോയി കണ്ടു കേട്ടോ. എല്ലാവരും മെനക്കെട്ട് പോയി കണ്ടിടേ. പക്ഷെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. കഥ കേട്ടപ്പോൾ എനിക്ക് ഒരു ചെറിയ സ്കിത ഇല്ലാതില്ല, ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഏതായാലും ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ഒരു എടുത്തു പറച്ചിലിൻ്റെ ഒന്നും ആവശ്യമില്ല. അഫ്കോഴ്സ് ഇത് സക്സസ് ആക്കാനുള്ള എല്ലാ എലമെൻറ്റും അതിനകത്ത് വാരിക്കോരി ഇട്ടിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഒരാളുടെ മാത്രം തുടക്കമല്ല കേട്ടോ ഇതിനകത്ത്. ആൻ്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന ഇങ്ങേരുടെ ബിനാമി ഉണ്ടല്ലോ, അയാളുടെ മകൻ, അതായത് പുള്ളിക്കാരനും ഇതുപോലെ മോഹൻലാലും ഇതുപോലെ തന്നെ ഒരു വില്ലൻ കഥാപാത്രത്തിൽ കൂടെയാണ് എൻട്രി ആയിട്ടുള്ള സിനിമയിലേക്ക്. അതിനെക്കാട്ടിയും ഒരു ഭയങ്കര ഭീകരനായ ഒരു വില്ലനായിട്ടാണ് ഇതിനകത്ത് പുള്ളി അവതരിച്ചിരിക്കുന്നത്. സൈക്കോ വില്ലൻ എന്നൊക്കെയാണ് പറയണത്. എന്താണെന്ന് പറഞ്ഞാലും നല്ല സക്സസ് ആയി എന്നാണ് അറിയുന്നത്. പ്രണവും വന്നിട്ടുണ്ടായിരുന്നു തുടക്ക ദിവസം. നല്ല രീതിയിൽ അവളത് ക്യാച്ചപ്പ് ചെയ്തു. കാരണം കുറച്ച് പേര് ഓടി മൈക്കും കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്ന പറഞ്ഞാൽ എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഈ കുട്ടിയുടെ ആദ്യത്തെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നല്ലോ, ഞാനും വിചാരിച്ചു അത് ഇപ്പം സ്റ്റേജ് ഫിയർ എന്ന് പറയുന്നതാണെങ്കിൽ പോലും അച്ഛനും അമ്മയും രണ്ട് സൈഡിൽ ഇരുന്നപ്പോൾ ഒരു ഇൻ്റർവ്യൂവിനകത്ത് അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും വിസ്മയം കുറച്ച് കയ്യിൽ നിന്ന് പോകുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. മേ ബി അവർക്കത് പറഞ്ഞു ഫലിപ്പിക്കാനുള്ള ഒരു ടാലൻറ്റ് എത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അതും ഇതും കൂടെ ടാലി ചെയ്യുമ്പോഴത്തേക്കൊന്നും ഇങ്ങോട്ട് പൊരുത്തം വരുന്നില്ല. എന്നാലും സൂപ്പറായി എന്നാണ് എല്ലാവരുടെയും പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായമാണല്ലോ നമ്മൾ വാല്യൂ കൊടുക്കേണ്ടത്. അപ്പോൾ കുറച്ച് പേര് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളതിൻ്റെ ഒരു ഇത് കാണാം. But it was simply super. It's really a good start. ലാലേട്ടൻ്റെ ബോളം തെളിയിച്ചു. മാർഷൽ ആർട്സ് ആയാലും ആക്ഷൻ ആയാലും അടിപൊളി. ആദ്യത്തെ പടം കസർ വെരി ബ്യൂട്ടിഫുൾ. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി മോഹൻലാലിൻ്റെ മോളുടെ സിനിമയാണ്. അതിൻ്റെ ചാറ്റിലെല്ലാം നന്നായിട്ട് നല്ല സിനിമയാണ്. മോളുടെ പ്രകടനം സൂപ്പറാണ്. ചിലക്കാട്ടി ബെറ്ററാണ്. അടിപൊളിയായിരുന്നു. വിസ്മയ മോഹൻലാൽ കലക്കി. മാർഷൽ ആർട്സ് പുള്ളിക്കാരി പഠിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ സ്കില്ല് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ആശിഷ് ജോ ആന്റണി, അതിന് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്. ഭയങ്കര ഒരു ഭീകര വില്ലൻ പോലെ. എന്നിട്ട് ജേക്സ് ബിജോയുടെ മ്യൂസിക് അടിപൊളിയായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു കോയിൻസിഡൻസ് തോന്നിയത് ദാറ്റ് തിരുനോട്ടവും ആദ്യം തുടക്കവും, ഇതിനെല്ലാത്തിൻ്റെ മീനിങ് തുടക്കമാണ്. മോഹൻലാലിൻ്റെ മൂവി ആണെങ്കിലും ആദി പ്രണവിൻ്റെ ആണെങ്കിലും വിസ്മയുടെ ആണെങ്കിലും. അപ്പോൾ ആ പട്ടിയുടെ പെർഫോമൻസ് നല്ലായിരുന്നു. എല്ലാം കൂടെ ഒരു ഓണം തൂക്കുന്ന പോലെ. വിസ്മയുടെ തുടക്കം അത്രേ അടിപൊളി, നല്ലൊരു മെസ്സേജ് ഉണ്ട്. അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. അതെ അതെ സൂപ്പർ അടിപൊളി, ഒന്നും പറയാ പൊളിക്കും. ലാലേട്ടൻ്റെ ചോര എന്താ പറയാ, അടിപൊളി. ഞങ്ങൾ ഈ കുറേ ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പം അതൊക്കെ പ്രതീക്ഷയൊക്കെ തന്നെ വന്നത്. ബട്ട് ഇറ്റ്സ് വാസ് സിംപ്ലി സൂപ്പർ. ഇറ്റ്സ് റിയലി എ ഗുഡ് സ്റ്റാർട്ട്. ആ രണ്ടുപേരുടെയും കോമ്പിനേഷൻ സീൻസ് ഒക്കെ അടിപൊളി. ഇറ്റ്സ് ബിയോണ്ട് ദ ഇമാജിനേഷൻ. വി വർ നോട്ട് എക്സ്പെക്ടിങ് ദിസ് മച്ച്. സൂപ്പർ. യെസ്, എക്സാക്ട്ലി. വിസ്മയനെ കുറിച്ച് ലാലേട്ടൻ്റെ മോളാകുമ്പോൾ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ. അപ്പം ഇത് പക്ഷേ ആസ് ഐ ടോൾഡ്, ബിയോണ്ട് ദ ഇമാജിനേഷൻ. ലെറ്റ് ഇറ്റ് ബി എ ഗുഡ് സ്റ്റാർട്ട് ഫോർ ഹർ. ഗോഡ് ബ്ലെസ്. നല്ല സിനിമയായിരുന്നു, അത്രേ ഉള്ളൂ പറയാനുള്ളൂ. നല്ല സിനിമയായിരുന്നു. വില്ലനും മോളും നല്ലതായിട്ട് അഭിനയിച്ചു. നല്ലായിരുന്നു. ലാസ്റ്റ് എല്ലാവരും ഇങ്ങനെ ഒച്ചയിട്ട് തൊണ്ടയൊക്കെ പോയി. നല്ല സിനിമയായിരുന്നു. അതെ, നല്ലതാണ്. അതെ, പിന്നെ മോഹൻലാലിന്റെ മകളല്ലേ. നല്ല സിനിമയാണ്. നല്ലതായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സൂപ്പർ സിനിമയാണ്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ബെറ്ററാണ്. അതെ, അങ്ങനെ തന്നെ പറയാം. അടിപൊളി. നമ്മൾ പുതിയ ആർട്ടിസ്റ്റാണ് ഒരിക്കലും ഫീൽ വരില്ല. കാരണം നമ്മൾ പുതിയതായിട്ട് വന്ന ആൾക്കാരാണ്. അതേപോലെ ഗംഭീരമായിട്ട് ലാലേട്ടനെ എങ്ങനെ നമ്മൾ ഉള്ളിൽ കാണുന്നു അതേപോലെ കാണാം. സൂപ്പറാണ്. എന്തായാലും നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്രോച്ച്. വിസ്മയ ഗംഭീരമായി മാറിയേ. കാരണം അത്രയും രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല വർക്ക്. ജൂഡിൻ്റെ ഒരു ഡിഫറെൻറ്റ് വർക്കാണ്. ജൂഡ് ആൻ്റണി പടം കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു പടം. ഈ അടുത്ത കാലത്ത് കണ്ട പടത്തിൽ ഒരു സെൻസ് ഉള്ള പടമാണിത്. പിന്നെ അതുകൂടാതെ മോഹൻലാൽ അതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. മോഹൻലാലിനും മറ്റേ ആ കുട്ടിയായിട്ടുള്ള ഒരു ഹീറോയിനായിട്ടുള്ള ഒരു നല്ലൊരു ഇൻട്രാക്ഷനാണ്. കൂടാതെ ഏറ്റവും കൂടുതൽ കലക്കിയിരിക്കുന്ന ആ വില്ലനാണ്.
വില്ലൻ വളരെ ഒരു സൈക്കോപാത്തിൻ്റെ ഒരു ഇത് അല്ല, സാധാരണ വില്ലനല്ല, കഥാപാത്രത്തിലെ മെയിനായിട്ട് പോകുന്ന ഹീറോയിനൊക്കെയാണ്. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള വില്ലനാണ്. വളരെ ഭംഗിയായിട്ട് അവൻ അഭിനയിച്ചിട്ടുണ്ട്. അതുകൂടാതെ പെൺമക്കളുള്ള പാരൻസിനും അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ഉള്ള ബ്രദേഴ്സിനൊക്കെ വളരെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പടം തന്നെയാണ് ഇത്. ഈ ഒരു പെൺകുട്ടി എങ്ങനെ ആയിരിക്കണം, നമ്മുടെ സോഷ്യൽ ഈവലിന് എഗെയിൻസ്റ്റ് ആയിട്ട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് കാട്ടിത്തരുന്ന നല്ലൊരു പടമാണ്. ഈ കാലഘട്ടത്തിൽ വളരെ അനുയോജ്യമായിട്ടുള്ളൊരു പടം തന്നെയാണ്. നല്ല ബെസ്റ്റ് തുടക്കമാണ്, നല്ല സ്റ്റണ്ടാണ്. ഒരു ആണ് ചെയ്യേണ്ട സ്റ്റണ്ടൊക്കെ വിസ്മയ ചെയ്തിട്ടുണ്ട്. നല്ല ഫ്യൂച്ചർ ഉണ്ടാവും. മലയാളത്തിൽ ഒരുപാട് പടങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അതേപോലെ മോഹൻലാലിന്റെ മോളുടെ പടം എന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, ഇത് ഓഡിയൻസിൻ്റെ ഒരു ഇതാണ്. ഇതിൽ നിന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത് സ്ത്രീകൾക്ക് ഫേവറബിൾ ആയുള്ള എന്തോ ഒരു സാധനമാണ്. എന്തായാലും ബുദ്ധിമാനാണ് മോഹൻലാൽ. ഈ ഒരു വിഷയത്തിൽ മകളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു ടേം ഉണ്ടല്ലോ, കിടുക്കാച്ചി. കാരണം ഒരു സോഷ്യൽ അവയർനെസ് കൊടുത്ത് അല്ലെങ്കിൽ സോഷ്യൽ ഈവിളിനെതിരെ പ്രതികരിക്കുന്ന ഒരു സബ്ജക്റ്റ് എടുത്ത് അത് മകളുടെ കയ്യിൽ ഭദ്രപ്പെടുത്തി കൂടെ ഒരു സ്റ്റാർ വാല്യൂ കൂട്ടാനായിട്ട് പുള്ളിയും കൂടെ അതിനകത്ത് കയറി അഭിനയിച്ച് കിടുക്കാച്ചി ആക്കിയിട്ടുണ്ടെന്നാണ് പറയണേ. ഫസ്റ്റ് ഹാഫ് ഫുൾ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആണെന്ന് പറയുന്നു. സെക്കൻഡ് ഹാഫ് കിടുക്കാച്ചി സീൻ, ഇടി അടിത്തട, അപ്പന് പകരം മാളങ്ങോട്ട് ഇറങ്ങിയേക്കുന്നു. ഈ കാല് പൊക്കുന്ന കേസൊക്കെ ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിന് ശരിക്കും പറഞ്ഞാൽ പത്രപ്രവർത്തകൻ ചോദിച്ചത് ആപ്റ്റാണ് എന്നത് കണ്ടാലേ മനസ്സിലാവും. യജ്ജതി ഇടിയാണെന്നറിയോ, കൊച്ചു കാലൊക്കെ എടുത്ത് മറ്റവൻ്റെ തോളിലൊക്കെ വെച്ച് ഇടി പോകണം തന്നെ എന്നാണ് പറയുന്നത്. ആൻഡ് ഇതിനകത്ത് കുറേ അമ്മമാരുടെ അഭിപ്രായം കണ്ടല്ലോ, അവർ പറയുന്ന ഒരു പോയിന്റ് ഇപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു ആഗ്രഹമുണ്ട് കേട്ടോ, ഒന്ന് പോയി കണ്ടാൽ കൊള്ളാമെന്നുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഫിസിക്കൽ ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ചോദിക്കുക സൂര്യയുടെ പടം കാണാൻ ഒരു കുഴപ്പമില്ലല്ലോ എന്ന്. അങ്ങനെ പറയരുത്, സൂര്യ ഈസ് ഡിഫറെൻറ്റ്. നമ്മുടെ ഫിസിക്കൽ ഇഷ്യൂ നല്ല സർവത്രവും മറന്നുപോകും നമുക്ക് സൂര്യയുടെ പടം എന്ന് പറയുമ്പോഴത്തേക്ക്. അതുപോലെ അല്ലല്ലോ, ഇപ്പോൾ എനിക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. ആൻഡ് സെക്കൻഡ് തിങ്, ഈ ഒരു ഫിലിം അത്ര ഇതായിട്ട് കാണാനായിട്ട് കുട്ടികൾ വരത്തില്ല, കാരണം അവർക്ക് അതിനകത്തൊരു അട്രാക്ഷൻ തോന്നിയിട്ടില്ല. ഇത് മെയിനായിട്ട് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘികൾ വിജയിപ്പിച്ചൊരു ചിത്രമാണെന്ന് ഞാൻ പറയും. എല്ലാവരും പറയും സംഘികൾ എഗൻസ്റ്റ് ആയിരുന്നു, അല്ല, സംഘികൾ വിജയിപ്പിച്ചൊരു ചിത്രവും കൂടിയാണ്. കാരണം സംഘികൾക്ക് എഗൻസ്റ്റ് ആയിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ വിസ്മയുടെ വായിൽ നിന്ന് വീണു, അത് ശരി അങ്ങോട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ സംഘികൾക്ക് വേണ്ടി സംസാരിച്ച വ്യക്തിയാണ് മോഹൻലാൽ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മോഹൻലാൽ സംഘിയാണോ എന്ന്. അയാളുടെ മകളെയാണ്, അദ്ദേഹത്തിൻ്റെ മകളെ ഇങ്ങനെ എടുത്തു വെച്ച് കൊടുക്കുക യവന്മാരെ കൊണ്ടല്ലാതെ വേറെ ആരെ കൊണ്ടും പറ്റത്തില്ല. ആ പെൺകുട്ടി ഒരു അഭിപ്രായം പറഞ്ഞു, ആ അഭിപ്രായം ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചിട്ട് അതിൻ്റെ സിനിമ ഫ്ലോപ്പാക്കണമെന്ന് ചിന്തിക്കുന്ന വല്ലാത്ത തരം മാനസിക വ്യാപാരമുള്ള വൃത്തികെട്ട ആൾക്കാരാണ് ഈ സംഘികൾ എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണത്. ഏതായാലും വിസ്മയെ പൊളിച്ചടുക്കി തകർത്ത് കിടുക്കാച്ചിയാക്കി വെച്ച ഒരു സിനിമ എല്ലാവരും പോയി കാണണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ചങ്കികൾ മാറിയിരുന്ന് കരയുക, ഒരല്പം നീങ്ങിയിരുന്ന് കരഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. വാസ്തവത്തിൽ ഇവരും പോയിട്ടുണ്ടാവും, ഇതെന്താ ഇപ്പം ഇതെന്ത് എന്ന് കാണാൻ. കണ്ടവർ അന്തം വിട്ടിട്ടുണ്ടാവും. സംഘികളോടാണ്, നിങ്ങൾ ദൈവം ഏത് വായും കൊണ്ട് മിണ്ടാണ്ടിരുന്നിരുന്നെങ്കിൽ അത് കാണേണ്ടവർ കണ്ടിട്ട് അവരവരെ പാട്ടിന് പോകുമായിരുന്നു. ഇതിപ്പോൾ കൊച്ചിനെ സക്സസ് ആക്കി കൊടുത്തില്ലേ, വലിയ കാര്യം ഉണ്ടായിരുന്നു. നിങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതൊക്കെയാണല്ലോ പിള്ളേ, എന്ത് സുമ്മാണ്ടിരുന്നുകൂടായിരുന്ന. ടാലൻ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവിടെ നിന്ന് കിട്ടും. ആ കുട്ടി ഭയങ്കര ഹൈലി ടാലൻ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അതിൻ്റെ സ്റ്റേജ് ഫിയറും അതിൻ്റെ ഒരു സംസാര രീതിയും അത് പറഞ്ഞ ഒരു കാര്യമൊക്കെ വെച്ച് നോക്കും. 17 ടേക്കൊക്കെ ഒന്നിൽ വെച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആകെ കൺഫ്യൂഷനായി. ഇപ്പം എനിക്ക് മനസ്സിലാവുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും മകളും തമ്മിലുള്ള സീക്വൻസ് വരത്തില്ലേ, അവിടെ മകൾക്ക് കുറച്ച് പ്രോബ്ലം വരുന്നുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കും 17 ടേക്കൊക്കെ എടുക്കേണ്ടി വന്നത്. അത് അച്ഛന് വേണ്ടിയിട്ടാണെന്നൊക്കെ അച്ഛനും പറയുന്നുണ്ടല്ലോ. സോ അതൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു അഭിപ്രായമൊക്കെ പോസുമോൻ പറയുന്നു, സംതിങ് പിച്ചി. ഏതായാലും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് കൊച്ച് എന്നാണ് അറിയപ്പെടുന്നത്, കേൾക്കുന്നത് അങ്ങനെയാണ്. അതിൽ പെണ്ണുങ്ങളാണ് ഒത്തിരി സപ്പോർട്ട് പറയുന്നത്. അപ്പോൾ നല്ല രീതിയിൽ അത് അവർ ചെയ്യാൻ സാധിച്ചു എന്നാണ്. പിന്നെ ഒബിയസ്ലി 2 അപ്പന്മാരും കൂടെ സ്ട്രോങ് ആയിട്ട് മക്കളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാക്സിമം അതിനകത്ത് എഫർട്ട് ഇട്ടിട്ടുണ്ട്. അവരുടെ തന്നെ പ്രൊഡക്ഷൻ കമ്പനി, അവരുടെ തന്നെ ഈ ജൂഡ് ആൻ്റണിയെ അവർ ഹയർ ചെയ്തതാണോ അല്ലെങ്കിൽ പോലും അത്രത്തോളം സപ്പോർട്ടീവായിട്ട് ഉള്ള ക്രൂ എല്ലാം കൂടെ ചേർന്ന് സൂപ്പർ ഹിറ്റാക്കി എന്നുള്ളതാണ്. ഏതായാലും നന്നായിട്ട് ഓടട്ടെ, അധികം ഓടട്ടെ. നല്ല സോഷ്യൽ റെലവൻറ്റ് ടോപ്പിക്കാണെങ്കിൽ അതിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് വേണം പറയാൻ. കാരണം മകളുടെ ആദ്യത്തെ സിനിമ അങ്ങനെ ഒരു ഇത്, പിന്നെ സ്ത്രീകളെ മെറ്റീരിയലൈസ് ചെയ്യാത്ത ഒരു ഇത് ഇങ്ങനെയൊക്കെ കുറേ കൺസേൺ ഉണ്ട് കേട്ടോ അതിനകത്ത്. ഞാൻ കണ്ടെടുത്തോളം ഈ ഗ്ലാമറസ് സാധനം വെച്ചിട്ടൊന്നും ഒരാളെ ഇൻട്രോ ചെയ്യാത്തതിന് നന്ദി പറയുന്നു. മിക്ക ആൾക്കാരും മക്കളെ ഗ്ലാമറസ് റോൾ എടുക്കാനാണ് നിർബന്ധിക്കുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നല്ലൊരു നടിയെ അമ്മക്ക് സമ്മാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കുറേ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു വാണി വിശ്വനാഥൻ.
മറ്റൊരു വാണി വിശ്വനാഥനെ നമുക്ക് കിട്ടി എന്നുള്ളത്. കാരണം വാണി വിശ്വനാഥൻ ആക്ഷൻ ഹീറോയിൻ, അതിൻ്റെ ഒരു ലെവലാണ് ഈ കുട്ടി എന്നാണ് പറയുന്നത്. എന്ത് തന്നെ ആയിരുന്നാലും എല്ലാവർക്കും നല്ല രീതിയിൽ കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു സൂപ്പർ സിനിമയാണ് ഇത് എന്നുള്ളതാണ് എല്ലാവരുടെയും അഭിപ്രായം. കേട്ടിടത്തോളം എൻ്റെ അഭിപ്രായം ഏകദേശം അതൊക്കെ തന്നെ. നേരിട്ട് കാണാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ റിവ്യൂ ഇടാത്തത്. അതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ തുറന്നു പറയുന്നു. ഫിസിക്കൽ ഇഷ്യൂസ് കാരണം എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും നന്നായിരിക്കട്ടെ. എങ്ങനെയായാലും ഈ ഒരു ലെവലിലേക്ക് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് അപ്പൻ്റെ ആഗ്രഹം തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് മോഹൻലാലിൻ്റെ ഭാര്യ പറയുന്നുണ്ട് മക്കളിൽ ഒരാളെ ഡോക്ടറാക്കണം, അതായിരുന്നു ആഗ്രഹം. ഇനിയിപ്പം ഡോക്ടറാവാമല്ലോ, ഡോക്ടറാവാം, എഞ്ചിനീയർ ആവാം, കളക്ടർ ആവാം, എന്ത് വേണമെങ്കിലും ആകാം. കാരണം സിനിമ ഫീൽഡ്, കല എന്ന് പറയുന്നത് അതാണ്. ഇനി എത്ര ക്യാരക്ടറുകൾ കൊച്ചെടുക്കാനിരിക്കുന്നു. ഏറ്റവും നല്ല ഒരു ഇതാണ്, പ്രൊഫഷനാണ് ആ കൊച്ചു തിരഞ്ഞെടുത്തതെന്ന് ഞാൻ പറയും. സക്സീഡ് ചെയ്താൽ നല്ലത്. വേറൊരു കാര്യമുണ്ട്, 34 വയസ്സൊക്കെ ഉണ്ടെന്നാണ് പറയണത്. ഈ വയസ്സിൽ ഒരു ഹീറോയിനായിട്ട് അതിന് കയറാൻ സാധിക്കുന്നെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല. ഇപ്പോൾ നല്ല ടാലൻ്റ് ഉള്ളവർ പോലും വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റിൽ സെക്കൻഡ് ഓപ്ഷനായി പോകുന്ന ഒരു സാധനമുണ്ട്. ഇപ്പോൾ കുറച്ച് ഒരു മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ എത്ര ബ്യൂട്ടി ഉണ്ടെങ്കിലും, എത്ര ആകാരപടി ഉണ്ടെങ്കിലും, എത്ര ചെറുപ്പം അവർ കാത്തു സൂക്ഷിച്ചാലും അവർ പിന്നെ അമ്മയായിട്ടൊക്കെയാണ് വരുന്നത്. അല്ലെങ്കിൽ ഏറ്റവും കോമഡി ആയിട്ട് എനിക്ക് തോന്നുന്നത് അതിയാമേതുവിനെ പിന്നെ ജയൻ രവിയുടെ അമ്മയാക്കിയതാണ്. അത്രയ്ക്ക് അവർ തമ്മിലൊരു മാച്ചപ്പ് ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും അത് സക്സസ് ആയി, ആ സിനിമയും സക്സസ് ആയി. പക്ഷെ പറയുന്നത് അതാണ്, ഏജ് വേസ് 34 വയസ്സുള്ള ഒരു പെൺകുട്ടി ആദ്യം എൻട്രി ആവുന്ന ഹീറോയിനായിട്ടാണെങ്കിൽ അതിന് അപ്പൻ്റെ മിടുക്ക് തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് മനസ്സിലാകുന്നില്ല, ചെകുത്താൻ്റെ ഒരു വീഡിയോ, അതിന് ക്യാപ്ഷൻ മാത്രമേ കണ്ടുള്ളൂ, അകത്തേക്കൊന്നും നോക്കിയില്ല, കാരണം അത് കേൾക്കാൻ താല്പര്യമില്ല. അതിൻ്റെ റീസൺ എന്താണെന്നറിയാമോ? നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് മിനിമം ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അതായത് നമുക്കൊരു വിഷയം കണ്ടിട്ട് അതിനെ അപഗ്രഥിച്ച് അതിൻ്റെ അഭിപ്രായമാണോ നമ്മൾ പറയുന്നത്. അവർ നല്ലത് ചെയ്താലും അത് നല്ലതെന്ന് പറയുക, പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മിണ്ടാതിരിക്കുക, അതല്ലേ വേണ്ടത്. പക്ഷേ ഇത് ആ അപ്പനോടുള്ള ദേഷ്യം മുഴുക്ക പുള്ളിക്കാരൻ ആ മകളോട് തീർക്കുന്നതായിട്ടാണ് എനിക്ക് പുള്ളിയുടെ ആ ക്യാപ്ഷൻ തന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇത് തുടക്കമാണോ, ഇത് ഒടുക്കമാകട്ടെ, ഈ അപരാധം തുടരാതിരിക്കട്ടെ എന്നൊക്കെ. അതൊക്കെ എന്തിനാ അങ്ങനെ അത്രയ്ക്ക് മോശമെന്നാണെന്ന് ഒരിടത്തും അഭിപ്രായം വന്നിട്ടില്ല. ഞാൻ കൊക്കിൻ്റെയൊക്കെ പോയി കണ്ട്, ഒത്തിരി പേര് ഇതിനെപ്പറ്റി റിവ്യൂ ഇട്ടിട്ടുണ്ട്. ഒക്കെ നല്ല റിവ്യൂസാണ് വന്നിട്ടുള്ളത്. ആരും അങ്ങനെ വലിയൊരു ഫ്ലോപ്പി ആയിട്ട് പറഞ്ഞിട്ടില്ല. യൂഷ്വലി അവർക്ക് ആ മുഖം നോക്കാതെ കാര്യങ്ങൾ പറയുന്നവരാണ് അധികവും. അവരാരും തന്നെ ഇതിനൊരു നെഗറ്റീവ് പറഞ്ഞിട്ടില്ല, ഒരു കാരണവശാലും പറഞ്ഞിട്ടില്ല. കുറച്ച് അതിൻ്റെ അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരിക്കലും നെഗറ്റീവ് പറഞ്ഞില്ല. പക്ഷേ എന്താണെന്നറിയത്തില്ല, ചെകുത്താനിരുന്നുകൊണ്ട് ഭയങ്കര നെഗറ്റീവാണ് വിളമ്പുന്നത്. പുള്ളിക്ക് ലാലിനെ ഇഷ്ടമില്ല, ഓക്കെ, ലാലിനെ അഗൻസ്റ്റ് ആയിട്ട് വരും. ഇപ്പം ഞാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എനിക്കും ഒപ്പോസിഷനുള്ള സമയത്ത് ഞാൻ ലാലിനെ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് എപ്പോഴും അയാളെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണോ? അതെന്തിനാ? അതിന് മാത്രം അയാൾ എന്ത് ട്രബിൾ ചെയ്തു എന്നാണ്. പിന്നെ ലാലിന് ഫാൻസ് ഉണ്ടാകാൻ പാടില്ലെന്ന് പറയണത്. ലെജൻഡ് അല്ലേ, ഇത്രയും കാലം അദ്ദേഹം അഭിനയിച്ചു, സിനിമകളുണ്ട്, ലെജൻഡ് തന്നെയാണ്. പിന്നെ ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു ഈ വാമനയുടെ ബസ് റൂട്ടിൽ അഭിനയം കാണുമ്പോൾ തോന്നുന്നു ഇങ്ങനെ വെറും മൊണ്ണയാണ്, സംവിധായകൻ്റെയും ബാക്കിയുള്ളവരുടെയും എബിലിറ്റി കൊണ്ടാണെന്ന്. പക്ഷെ അങ്ങനെ ആയിരിക്കാം. അങ്ങനെ ആണെങ്കിലും അങ്ങനെയുള്ള ആൾക്കാരെ പുള്ളിക്ക് ചേർത്ത് നിർത്താൻ സാധിച്ചത് കൊണ്ടല്ലേ പുള്ളി ആ ഒരു പൊസിഷനിൽ വന്നത്. സോ അതിനൊരു റെസ്പെക്റ്റ് കൊടുക്കാം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ആൻഡ് ദെൻ അച്ഛനോട് പകയുണ്ടെങ്കിൽ മക്കളോടും ആ പക കാണിക്കണം. ആ കുട്ടികളെ രണ്ടുപേരെയും വെച്ച് നോക്കുമ്പോൾ മോസ്റ്റ് ബ്ലെസ്ഡ് കിഡ്സാണ്. അത് മാത്രമല്ല അവർ ശരിക്കും ഒരു റോൾ മോഡൽസാണ്. സൊസൈറ്റിക്ക് അവർ കൊടുക്കുന്ന മെസ്സേജ് ഭയങ്കര സൂപ്പറാണ്. കാരണം ഒരു പ്രായത്ത് കുട്ടികളെ കെട്ടിച്ചു വിടുക, അങ്ങനെ എങ്ങനത്തെ എൻഗേജ് ആക്കുക, സെറ്റിലാക്കുക, ബിസിനസ് ആക്കുക, ഇതങ്ങനെയല്ല. ലെറ്റ് ദം ലീവ് എന്നുള്ളൊരു ഇതാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇവർ സമ്പാദിക്കുന്നതിന് എന്തിനാ? ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ലേ, അവരുടെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടല്ല. അല്ലാതെ പിന്നെ നീ പോയി അഭിനയിച്ചിട്ട് വാ, അല്ലെങ്കിൽ നീ പോയി കുറേ കാശുണ്ടാക്കിയിട്ട് വാ, നീ ബിസിനസ് ചെയ്യ്, അങ്ങനെ അവർ ഫോഴ്സ് ചെയ്യുന്നില്ലല്ലോ. അവരെ ഫ്രീ ആയിട്ട് വിടുന്നു. എപ്പോൾ അവർക്ക് ലൈഫിൽ എൻഗേജ് ആകണമെന്ന് തോന്നുമ്പോഴത്തേക്ക് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താം എന്നുള്ള രീതിയിൽ 34 വയസ്സ് വരെ മകളെ വിവാഹത്തിന് നിർബന്ധിക്കാതെയും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിനകത്തേക്ക് കൊണ്ടുപോകാതെയൊക്കെ അവളുടെ ഇഷ്ടത്തിനൊത്ത് നിന്നിട്ടുണ്ടെന്ന് പറയുന്നത് ഓരോ പെൺകുട്ടികളും ആഗ്രഹിക്കുന്ന ഒരു അപ്പൻ തന്നെയാണ് മോഹൻലാൽ എന്ന് ഞാൻ പറയും. സീരിയസ്ലി അത് കുട്ടിയുടെ ഒരു എൻഡിങ് പാർട്ട് പോലെയാണ് ഒരു വിവാഹം എന്ന് പറയുന്നത്. അവിടെ തീരുകയാണ്. മിക്ക നടികളെന്ന് കണ്ടു നോക്കൂ, നല്ല ടോപ്പ് ലെവലിൽ നിൽക്കുമ്പോഴേ ഇതിനെയൊക്കെ കെട്ടിക്കൊണ്ടു പോകണം. എത്ര പേരങ്ങനെ വീട്ടിലായി? പാർവതി, സംയുക്ത വർമ്മ, മഞ്ജു വാര്യർ, ഇവരൊക്കെ ഡിവോഴ്സിന് ശേഷമല്ലേ പിന്നെ പുറത്തു വരുന്നത്. ആര്? മഞ്ജുവിൻ്റെ കാര്യം പറയുന്നത്, ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ കോമൺലി നടക്കുന്ന ഒരു കാര്യമാണ്. എത്ര എണ്ണത്തിനെ കല്യാണത്തോട് കാണാതായി.
അതാണ് അവനൊരു ടേണിംഗ് പോയിൻ്റാണ് ലൈഫിലെ. നമ്മുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങൾക്കും എല്ലാ സ്വസ്ഥതകൾക്കും ഒരു വലിയ മതിൽ കെട്ടുകയാണ് ഈ വിവാഹം എന്നൊരു മതിൽ കെട്ടുകൊണ്ട്. അതല്ല ഇവിടുത്തെ ടോപ്പിക്ക് വിസ്മയാണ്. സോ വിസ്മയെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുന്ന സൈക്കോപാത്തുകൾ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ അവർ നേരിടേണ്ടത് ബുദ്ധി കൊണ്ടും അത് അത്യാവശ്യം മാർഷൽ ആർട്സ് പോലുള്ള കലകൾ കൊണ്ടുമാണെന്നാണ്. അത് നല്ലൊരു പോയിൻ്റാണ്. അത് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അതെ, കാല് പൊക്കി അവൻ്റെ മുഖത്തടിക്കാനുള്ള ആരോഗ്യം പെൺകുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക തന്നെയാണ് വേണ്ടത്. നല്ലൊരു മെസ്സേജും പാസ് ചെയ്തു എന്നാണ് ആളുകളുടെ അഭിപ്രായത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. സോ എൻ്റെ അഭിപ്രായം അതാണ്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. ചേകു, ഒരു 50 പൈസയ്ക്ക് അടങ്ങടാ ചേർക്കുക, അസൂയൊക്കെ ആവാടാ, പക്ഷെ ഇമ്മാതിരിയായിട്ട് നിൻ്റെ ലെവൽ എവിടെ നിൽക്കുന്നു, അങ്ങേറെ ലെവൽ എവിടെ നിൽക്കുന്നു, എന്തിനടാ വെറുതെ തൊണ്ടയിലെ വെള്ളം കളയണത്? കേസ് എത്ര വന്നാലും നീ പഠിക്കില്ല. ഓക്കെ.